ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുവിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങൾ എന്നും എംഎസ് എക്സാമിന് വേണ്ടിയിട്ട് തകർത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നേരിടാൻ പോകുന്ന എക്സാം ആണ് നമ്മുടെ NMMS. ഇതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ഈ ഒരു എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ എന്നെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ പെട്ടെന്ന് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും, ഉത്തരം തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉത്തരം തെറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ടീച്ചറും കുട്ടികളുമുള്ള 1200 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. 15 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്കാണ് ഗ്രൂപ്പ്. എന്നാൽ ഗ്രൂപ്പിലുള്ള ടീച്ചർമാരുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിന്റെ അകത്ത് നിങ്ങൾ കാണാം 85, 80, 75 ആൻഡ് 70. അപ്പൊ വളരെ സിമ്പിൾ ചോദ്യം. 1200 പേരാണ് ടോട്ടൽ ഉള്ളത് അല്ലെ. ആ ട്രെയിനില് ടോട്ടൽ 1200 പേരുണ്ട്. സോ 15 ഗ്രൂപ്പുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ എണ്ണം മാത്രം എടുത്താൽ മതി അല്ലെ. ടീച്ചേഴ്സിന്റെ എണ്ണം കാണാൻ ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടാലും മതി. അപ്പൊ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും ചാടിക്കേറി 1200 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 15 ഗ്രൂപ്പുകളാണല്ലോ അത് അല്ലെ. 15 കുട്ടികൾ അടക്കുന്ന ഗ്രൂപ്പുകളാക്കിയിട്ടാണ് തിരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും 15 കുട്ടികളുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും 80 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഈ ഉത്തരം തെറ്റാണ്. അപ്പൊ 80 നിങ്ങൾക്ക് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ നോക്കും, ഓപ്ഷൻ ബി ആയിട്ട് അവിടെ 80 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഓപ്ഷൻസിൽ നിങ്ങളെ തെറ്റിക്കാനുള്ള ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരിക്കും. സോ എങ്ങനെയാണ് ഈ ഉത്തരം തെറ്റിപ്പോയത്? 80 എന്നുള്ള ഉത്തരം അവിടെ തെറ്റിപ്പോയതിന് കാരണം ശ്രദ്ധിക്കുക. 15 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്കാണ് ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ. അതില് ഒരു ഗ്രൂപ്പില് ഞാനിങ്ങനെ ചുമ്മാ ഒരു വട്ടം വരച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. 15 കുട്ടികൾക്ക് ഒരു ടീച്ചർ ഇല്ലേ, 15 കുട്ടികൾക്ക് ഒരു ടീച്ചർ. അങ്ങനെയാണ് എല്ലാ ഗ്രൂപ്പും തിരിച്ചിരിക്കുന്നത് അല്ലെ. 15 സ്റ്റുഡൻസ് ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ടീച്ചറും ഉണ്ടാവും. അടുത്ത ഗ്രൂപ്പില് 15 കുട്ടികൾ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടാവും. സോ ആ ഗ്രൂപ്പിലാകെ ടോട്ടൽ എത്ര പേരുണ്ടാവും? ഇവിടെ 15 സ്റ്റുഡൻസും ഒരു ടീച്ചറും കൂടി ടോട്ടൽ ആ ഗ്രൂപ്പിൽ 16 പേരുണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ ആ ഗ്രൂപ്പില് ടോട്ടൽ മെമ്പേഴ്സ് എത്ര പേരുണ്ട്? 16 പേരുണ്ട്. സോ നിങ്ങള് 1200 ഡിവൈഡ് ചെയ്യേണ്ടത് 15 കൊണ്ടല്ല, 16 കൊണ്ടാണ്. സോ ആ ഗ്രൂപ്പിലാകെ ടോട്ടൽ 16 മെമ്പർ ഉള്ള എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാതെ ചാടിക്കേറി ഉത്തരം തെറ്റിക്കരുത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 75 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. സോ 1200 ഡിവൈഡഡ് ബൈ 16 ഈസ് ഈക്വൽ ടു 75. നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിക്കേടാ. യെസ്, ഓപ്ഷൻ 3 അല്ലെ, ഓപ്ഷൻ സി ആയിട്ട് അതവിടെ കിടക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തെറ്റിക്കാതെ എന്ന മക്കൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളുമായിട്ട് ഇനിയും ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വരും. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാം, നമ്മളെ താഴെ കൂടെ പോകുന്ന നമ്മളെ സ്ക്രോൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സേന കുട്ടികൾക്ക് വേണ്ടിയിട്ട് NMMSന്റെ ക്ലാസ്സുകളും നമ്മളെ 8ാം ക്ലാസ്സിന്റെ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഇനി വരുന്ന ക്രിസ്മസ് എക്സാം ആണെങ്കിലും ആനുവൽ എക്സാം ആണെങ്കിലും നമുക്ക് സൈലത്തിന്റെ കൂടെ അടിച്ചു പൊളിച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി സമയം കളയണ്ട, നമുക്ക് ഇനി ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.